തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. ഈരൻമുടിയിൽ നിന്നിത്തിറ്റു വീഴും നീർമണി തീർത്ഥമായി കറുകപ്പൂവിനു തീർത്ഥമായി തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. ഈറൻമുടിയിൽ നിന്നിത്തിറ്റു വീഴും നീർമണി തീർത്ഥമായി കറുകപ്പൂവിനു തീർത്ഥമായി തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. കുറുമ്പുകളുടെ സ്വരമധുരത്തിന് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. സർഗവേദിയിൽ മധുരഗാനം കൊണ്ട് മനം കവർന്ന പ്രിയപ്പെട്ട പാട്ടുകാരി ദേവൂട്ടി എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഹായ് ദേവുട്ടാ. ഹായ്. 2 വയസ്സ് കുറഞ്ഞ മാതിരി തോന്നണം. മീനാക്ഷിക്കോ? മീനൂട്ടിക്കല്ല, പിന്നെ ദേവൂട്ടന്. പിന്നെ ചന്ദനക്കാറ്റ്. വേറെ കാറ്റൊന്നും കിട്ടിയില്ലേ? ഇല്ല, അവിടെ നിൽക്കുമ്പോ ഏതെങ്കിലും കാറ്റിന്റെ മണമുണ്ടോ? നല്ല മണമുണ്ട്. എന്തിന്റെ? ആനയുടെ ചൂരല്ലേ? നല്ല പൂവിന്റെ മണം. ഒരു ആന വരുന്നേ? അല്ല, ഒരു സ്പ്രേയുടെ മണം. കേട്ടല്ലോ. എന്തായാലും കുട്ടി രക്ഷപ്പെട്ടു, ഭാഗ്യം. നല്ല പാട്ടാ മോളെ. ഭീഷ്മാചാരി അല്ലേ ചിത്രം? പിന്നെ ഡീറ്റെയിൽസ്? മ്യൂസിക് SP വെങ്കടേഷ് സാർ, പാടിയത് ചിത്രാമ്മ, എഴുതിയത് ഗിരീഷ് പുത്തൻ. അതെ, ഗിരീഷ് കച്ചേരി. കച്ചേരി കേച്ചേരി, ഗിരീഷ് കേച്ചേരി. ഗിരീഷ് യൂസഫ് അലി കേച്ചേരി. കേച്ചേരി സാർ. എന്താ നിങ്ങക്ക് ഓർക്കാൻ ഇത്ര വിഷമം? ഞാൻ എല്ലാ പ്രാവശ്യവും പഠിക്കുന്ന ഇപ്രാവശ്യം ലിറിക്സ് മാത്രം. മോളെ, ഇവര് കാരണമല്ല നമുക്ക് ആ പാട്ട് കിട്ടിയത്. അതെ, അപ്പൊ അത് ഓർത്തിരിക്കണ്ടേ മക്കളങ്ങ് പാടിക്കുക, അതായിരിക്കും നല്ലത്. ഒന്നിന്റെ മൊത്തം റിലയം പോയി നിൽക്കുക. പാടിയാലോ? അതായിരിക്കും നല്ലത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടു
മോളെ എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. കാരണം നല്ല രസമായിട്ട് പാടി. ആ ഫീല്, ആ പാട്ടിനൊരു ഫീലുണ്ട്. ഒരു എന്താണ് പറയുന്നത്, ഒരു സാഡ്നെസ്, ഒരു ദുഃഖത്തിന്റെ ഒരു അംശം ഉണ്ടായി. അത് മോക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരുപാട് പോർഷൻസ് നന്നായിട്ട് പാടി. 1-2 പോർഷൻസിൽ വാ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തിരി ഒരു സ്ലിപ്പ് വന്നെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറേ സ്ഥലങ്ങൾ നന്നായിരുന്നു. കാരണം ഈ എൻ പോർഷനിലെ അനുപല്ലയിലും ചരണത്തിലും അതൊന്ന് പാടിക്കാൻ മോളെ, അത് നന്നായിരുന്നു. ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് എനിക്ക്. കണ്ണീരിൻ മണികൾ പോലും നറുമുത്തായി മാറ്റും ഗാനം നീ പാടാമോ? അത് നന്നായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം പെട്ടെന്നൊരു പാട്ടെടുത്ത് വെച്ച് നോക്കി ഓടി ഇഞ്ഞ് വന്ന് പാടിയതല്ല. പക്ഷെ ഇനിയിപ്പം ഈ എഴുതിയ ആള് ബാക്കിയുള്ള എല്ലാം ഒന്ന് ആലോചിച്ചോളൂ. കാരണം മീനുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്നാലും കാരണം അത് ചിരിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. കാരണം ഇവിടെ 2 പേര് ഇരിപ്പുണ്ടല്ലോ, ഇവന്മാര് ഈ 2 ഇവരെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയാൻ വരുന്നേ ഉള്ളൂ. പ്രേക്ഷകർ കാത്തിരുന്ന് കാണുക, സധൈര്യം കാത്തിരിക്കുക. ഓക്കെ മോളെ, നന്നായിരുന്നു. താങ്ക് യു അപ്പൊ അടുത്ത പാട്ട് ഇതിനെക്കാട്ടി നന്നായിട്ട് പാടാൻ ശ്രമിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാർ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ചിലതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടിയത് കേൾക്കാൻ. ഞാൻ എവിടെ നിന്ന് കാണിച്ചല്ലോ, കണ്ടായിരുന്നോ? കണ്ടു. എന്നിട്ട് എന്താ ചിരിക്കാത്ത നീ? അയ്യോ അത് എന്റെ ക്യാമറ മേലെ കാണിക്കത്തില്ല. അത് നിർത്തി ഞാൻ. നോ എക്സ്പ്രഷൻസ് നല്ല ഫർദർ. ചെറുത്തങ്ങളെ ക്യാമറ വരുന്നുണ്ട്. ക്യാമറ എങ്ങോട്ട് വന്നു? അല്ല ഇങ്ങനെ അല്ല അങ്ങോട്ട്, അത് ക്യാമറ വന്നോട്ടെ. അതിന് ഞാൻ എന്റെ എക്സ്പ്രഷൻ ഒരു വാല്യൂ കൊടുക്കണ്ടേ? ക്യാമറ വരുന്നെന്ന് പറഞ്ഞു കണ്ടില്ല ഞാൻ. എന്റെ കണ്ണിന് പവർ കുറവാന്ന് അറിഞ്ഞൂടെ മോളെ? വലിച്ചു ചിരിക്കണം. ഇത് ചിരിച്ചാലേ ഞാനൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. മക്കളെ എന്തൊക്കെയാലും നന്നായിരുന്നു കേട്ടോ മോളെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അനുപല്ലവി ഓർത്തിരുന്നു നിന്നെ വരി പറഞ്ഞേ. ഓർത്തിരുന്നു നിന്നെ കാത്തിരുന്നു ഞങ്ങൾ സ്നേഹമേ നീ മാത്രം വന്നതില്ല. അതൊരു പരിഭവമാണ്. വന്നതില്ലെന്ന് പാടേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അത് വേറൊരു തരത്തിലായിപ്പോ. അത് നമ്മുടെ പരിഭവമാണ് മോളെ. അപ്പൊ അതിന് ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കേണ്ട കാര്യമല്ല. ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്നാ കുറച്ചങ്ങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഭാര്യ അങ്ങ് വെതറി കുറച്ച് കാറ്റ്, അതിന്റെ ആവശ്യമല്ല കേട്ടോ മോളെ. അത് നോക്കിക്കൊള്ളുക. പിന്നെ ദൈവമേ, അത് മോളെ കൃത്യമായിട്ട് ആ ബെൻഡ് കറക്റ്റ് ഒന്ന് പാടാമോ? ചരണം അത്രേ ഉള്ളൂ. അത് ആ ഹിറ്റ് ആ ബെൻഡ് അവിടെ പോയിട്ട് വരണം. അത് നടന്നിട്ടില്ലായിരുന്നു, അതേ ഉള്ളൂ. ബാക്കി ചില ഏരിയ മാജിക്കലായിരുന്നു മോളെ കേട്ടോ. നമ്മളെല്ലാം ആഹാ എന്ന് പറയുന്നില്ല. എന്തിനാ കുഞ്ഞ് ഞെട്ടുന്നത്? വരെ ബോറായിരുന്നെന്ന് പറയണോ? പിന്നെ നന്നായിട്ട് പാടി മക്കളെ കേട്ടാ. സൂപ്പർ, നല്ല പാട്ടുകാരിയാ മോള്, അതിൽ ഒരു ഡൗട്ടും ഇല്ല നമുക്ക്. ചേച്ചി കേട്ടാലും എന്താ പറയണ്ടേ, കുറെ സന്തോഷിക്കും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ മക്കളെ. ലവ് യു മുത്തേ. നല്ലൊരു പാട്ട്, സൂപ്പറായിട്ട് പാടി. താങ്ക് യു ചേച്ചി. പല പോർഷൻസും എന്താ പറയാ, ഉഗ്രനായിരുന്നു. ആ ചിത്ര ചേച്ചി പാടി വെച്ചിരിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. മോൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു ഫീല് ശരിക്കും ഉൾക്കൊണ്ടാണ് മോള് പാടിയിരിക്കുന്നത് അല്ലേ. ലിറിക്കിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിന് വലിയൊരു കയ്യടി തന്നെ അർഹിക്കുന്നു. താങ്ക് യു ചേച്ചി. എല്ലാ പോർഷൻസും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചരണവും 2 ചരണത്തിൻ്റെ ലാസ്റ്റ് നൽകാമോ, അതെ എന്ത് രസമായിട്ടാ പാടിയിരിക്കണം. ആ സംഗതികളൊക്കെ വളരെ ക്രിസ്പായിട്ട് തന്നെ പാടി. ഫീലും ഉണ്ടായിരുന്നു. സംഗതികൾക്ക് പോലും ഫീൽ കൊടുത്തിട്ടാണ് പാടിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ മോളെ. വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് പാടുമ്പോൾ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പൊ എന്താണ് പ്രതീക്ഷിക്കുന്നത്? 97 ഓക്കെ മോളെ. 97 ഔട്ട് ഓഫ് 100. പക്ഷേ സാർ കുറച്ചുകൂടെ കൊടുക്കണ്ടേ? അവക്കത് മതി എന്ന് പറയുമ്പോഴ് നമ്മൾ ആവശ്യത്തിന് കൊടുക്കാം. പാടിയത് വെച്ചിട്ട് പാടുന്ന വെക്കണ്ട. എന്തിനാ പാടുന്ന വെക്കുന്നത്? മക്കൾക്ക് അത് മതിയല്ലോ. മകൾ പോകോടാ. അല്ല, സ്വന്തമായിട്ട് പാടിയപ്പോ തോന്നുന്നില്ല ഇത്രയും ഞാൻ പാടിയല്ലോ, അപ്പൊ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാം. നമ്മൾ 98 ആണ് പാടിയത്. 98 തന്നെയാണ്. പക്ഷേ എങ്കിലും കുറച്ച് ഫീലും അതുപോലത്തെ ഒരുപാട് കാറ്റ് ഉണ്ടായിരുന്നു. അത് പോട്ടെ, എന്തായാലും നല്ല ഫീലും സംഗതികളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി സർ. ക്രിസ്പിനെസ് ബാക്കിയുള്ള എല്ലാം നന്നായിട്ട് പാടി. അപ്പൊ ഒരു 98 കറക്റ്റ് ആണ്.
കുറച്ചുകൂടെ കൊടുക്കായിരുന്നു സാർ. കുറച്ചും കൂടെ അപ്പൊ കൊടുക്കണം. ആ കൊച്ചിന് വേണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനല്ല. അവിടെ നമ്മുടെ തലയിലേക്ക് എടുത്ത് എറിയാം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന നമ്മള് മാർക്ക്. കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട എന്നാ ഒരു മാർക്ക് നീ വെച്ചോ നീ വീട്ടിൽ കൊണ്ട് പോടാ. വേണ്ട അങ്ങനെ ചെയ്യൂ. എന്തൊന്നും മിണ്ടാത്ത അങ്ങനെ ചെയ്യുവോ? ഞാനൊന്നും ചെയ്യത്തില്ല. എന്നാ പിന്നെ കൊടണ്ട. മോള് പാടിയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 98, ബട്ട് ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് യുവർ എഫേർട്ട് ആൻഡ് ദ എക്സ്പ്രഷൻസ് എവറിഥിങ് വാസ് സോ നൈസ്. സോ വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സാർ. എന്ത് പൂക്കുറ്റി വേണം? ചന്ദന പൂക്കുറ്റി. ആദ്യ ഒരു ചന്ദന പൂക്കുറ്റി. താങ്ക് യു സാർ. കുഞ്ഞു പാട്ടിന്റെ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ വിഹാൻ കുട്ടൻ. വെൽക്കം വിഹാൻ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. സുഖാണോ? ആ. ഹായ് മോനെ. ഹായ്. ആ വല്ലയിടത്തോട്ട് നോക്കിയിട്ടാണ് ഹായ് പറയുന്നത്. ഇങ്ങോട്ട് നോക്ക്, ശരത്തങ്ങളുടെ നോക്ക്. ഹായ്. ഏ ഹായ്. എന്തോ അങ്ങനെ അങ്ങനെ ഒരു കൊളക്കോഴിയുടെ ശബ്ദം. വെറുതെ. ശരി, ഏത് പാട്ടാ പാടുന്നേ? അയ്യോ അമ്മാവി ഇരുന്ന് വന്നപ്പോൾ. ആ ആ, വല്ല മനസ്സിലായോ? അയ്യോ അമ്മാവി ആ വിരുന്ന് വന്നപ്പോൾ. വിരുന്ന് വന്നപ്പോ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വെള്ളമില്ലാതായി. എന്താ? പൈപ്പിലെ ആ പൈപ്പില് വെള്ളം ഇല്ലാതായിന്ന്. ആ, അപ്പൊ അമ്മായി തിരിച്ചു പൈപ്പിൽ പോയി. വെള്ളമില്ലാതെ. അപ്പൊ കുഞ്ഞ് പാടട്ടെ, ആ കുഞ്ഞിനെ ശല്യപ്പെടുത്തണ്ട. ഇല്ല. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോൾ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ. എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോൾ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ. എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. വഴിയിൽ പോയി നോക്കി, തെരുവിൽ പോയി നോക്കി, വഴിയിൽ പോയി നോക്കി, തെരുവിൽ പോയി നോക്കി, എങ്ങും മറ്റത്തുള്ളി വെള്ളം കണ്ടില്ല. അയ്യയ്യോ അമ്മാവി വിരുന്ന് വന്നപ്പോൾ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ. എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. മുപ്പത്തിയാളുടെ കോള് മറന്നു. നഗരത്തിൽ നിന്നുടൻ പോകാൻ നോക്കുന്നു. ഗ്രാമത്തിലേക്കുള്ള വണ്ടി നോക്കുന്നു. വളരെ ധ്യായിച്ചോടുന്ന നമ്മുടെ ബസ്. മുപ്പത്തിയാളുടെ കോള് മറന്നു. നഗരത്തിൽ നിന്നുടൻ പോകാൻ നോക്കുന്നു. ഗ്രാമത്തിലേക്കുള്ള വണ്ടി നോക്കുന്നു. പാദം നൊന്ത് നൊന്ത് ബസ്സും കാത്തുനിന്ന്. പാദം നൊന്ത് നൊന്ത് ബസ്സും കാത്തുനിന്ന്. കാത്ത് നിന്ന് നിന്ന് രാത്രിയായല്ലോ. അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോൾ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ. എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം.
കോപമല്ലോ എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. വഴിയിൽ പോയി നോക്കി തെരുവിൽ പോയി നോക്കി വഴിയിൽ പോയി നോക്കി തെരുവിൽ പോയി നോക്കി എങ്ങും മറ്റത്തുള്ളി വെള്ളം കണ്ടില്ല. അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോൾ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. ബിഹാൻ കുട്ടാ, ആ, ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ഞാൻ വീട്ടില്. വീട്ടിൽ വെറുതെ കുത്തിയിരുന്നോ? ഒന്നും ചെയ്തില്ലേ? വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നോ? അതോ സിനിമയൊക്കെ കാണാൻ പോയോ? സിനിമ എനിക്ക് ഇഷ്ടല്ല. ടി വി കാണുമോ? ടി വി കാർട്ടൂൺ ആ കാണും. ഈ ടി വിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നേ? ഡോറാബുജി. ഡോറാബുജി ഒറ്റ എണ്ണ കാണത്തുള്ളൂ. അപ്പൊ ടോപ്പ് സിംഗർ കാണാറില്ലല്ലേ? ടോപ്പ് സിംഗർ രാത്രി കാണും. ഇത് കഴിയുന്നവരെ ഇത് കഴിയുന്നവര്? ഇത് കഴിയുന്നവരെ കാണൂ. ആ അത് കഴിഞ്ഞ് അപ്പോഴേ ഡോറാബുജി വെക്കും. ടോപ്പ് സിംഗർ കഴിയുന്നവരെ മാത്രം. ഓ അങ്ങനെ. അല്ല, പിന്നെ ഞാൻ അവന്റെ പാട്ട് മാത്രം കാണും. ഓ അങ്ങനെയാണ്. പിന്നെ അല്ല ഇതൊന്നും അല്ല. അല്ല ഞാൻ ഉച്ചയ്ക്കാ ഡോറ കാണുക. പിന്നെ രാത്രിയാണ് ഞാൻ ഫ്ലവേഴ്സ് കാണുക. ഉച്ചയ്ക്ക് ഡോറ, വൈകുന്നേരം പിന്നെ ടോപ്പ് ടോപ്പ് സിംഗർ. സിംഗർ അതില് വൈകുന്നേരമല്ല, രാത്രി. രാത്രി 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 ഞാൻ ഉദ്ദേശിച്ച രാത്രി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അതോ ആ അത് കഴിഞ്ഞിട്ടേ കഴിക്കൂ അല്ലേ? ആ അതിപ്പോ ഇഷ്ടായോ? ഉടുപ്പ് ഇഷ്ടായോ? എന്താ അതിനെ പറ്റി അഭിപ്രായം? അണ്ണ അത് ആദ്യം പറയണ്ണ. ആ അണ്ണ വേറെ എന്താണ്ടൊക്കെ പറഞ്ഞോണ്ടിരുന്നാല്. നല്ലതാടാ, സൂപ്പർ കേട്ടോ. അല്ല ഈ ഉടുപ്പ് ആര് വാങ്ങിച്ചു തന്നാ? ഇത് ഉടുപ്പോ? ആ ഹെച്ചമ്മ. ആരാ? HM. എച്ചമ്മ. HM. എച്ചമ്മ. ആ എച്ചമ്മ എച്ചമ്മ. Head mistress. ഹെച്ചമ്മയല്ല, അല്ലേ പറഞ്ഞേ? എന്റെ ചേച്ചിയുടെ അമ്മ. ചേച്ചിയുടെ അമ്മ. ചേച്ചിയമ്മ. ആ നല്ല ഉടുപ്പ്. അല്ല, ചേച്ചിയമ്മയല്ല, ആ. എന്റെ ചേച്ചീന്റെ അമ്മ. അതല്ലേ മോന്റെ അമ്മ. അല്ലേ കുഞ്ഞിന്റെ അമ്മ? അല്ല, മക്കളെ ചേച്ചിയുടെ അമ്മനല്ലേ മോന്റെ അമ്മ. അതല്ല ഞാൻ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്. ആ. മീനോട്ടിക്ക് മനസ്സിലായില്ലേ? എന്റെ ചേച്ചില്ലേ, അതന്നെ അവന്റെ അമ്മ. എന്റെ മോന്റെ അച്ഛന്റെ ചേച്ചിയുടെ അമ്മ. അച്ഛന്റെ ചേച്ചിയുടെ അമ്മ. അച്ഛന്റെ ചേച്ചിന്റെ അമ്മയല്ല. അവന്റെ തന്നെ ചേച്ചി. അതാ വിഹാന്റെ പറഞ്ഞത്. ചേച്ചിയുടെ അല്ല, എന്റെ എന്റെ അവന്റെ ചേച്ചിയുടെ അമ്മ. അമ്മ ആ അത് തന്നെ. എന്ന് പറഞ്ഞ ഇവന്റെ കുഞ്ഞമ്മ. അല്ല, എവിടെ? ചേച്ചിയുടെ അമ്മ. കസിനായി. എന്തായാലും ഒരു അമ്മ. ആ അമ്മ. ആ അമ്മ വാങ്ങിച്ചു തന്നല്ലേ? ആ ആ നല്ല വിലയായി കാണുമല്ലോ. ഓല് പൈസ തന്ന്. ആ ഉണ്ട് ഉണ്ട്. ഓല് പൈസ തന്നിട്ട് അതുകൊണ്ട് ഇവൻ പോയി വാങ്ങി. എന്തായാലും അടിപൊളിയാണ് സംഭവം, കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് ഓ ഒരു ഒന്നൊന്നര പാട്ടായിരുന്നു. നമ്മൾ കേട്ടില്ലേ കോട്ടയത്ത് ഒരു മൂത്ത പിള്ളേച്ചൻ ശ്യാം സാറ് തന്നെയാണ്. ഇത് ബൈല ആയതുകൊണ്ട് സെയിം ബൈല ചെയ്യാൻ മറ്റേ സുരാംഗനി സുരാംഗനി അതുപോലെ തന്നെ സെയിം. അതിനൊരു ചട്ടക്കൂടുണ്ട്. ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും മോൻ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മക്കളെ വിഹാനെ ആ ഡ്രസ്സ് അടിപൊളി. താങ്ക് യു. ഓ ഇനി മനസ്സമാധാനമായിട്ട് നിന്നോളും. ആ മക്കളെ പാട്ട് സൂപ്പർ. പക്ഷെ എനിക്ക് ആക്ഷൻ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. എനിക്കത് മനസ്സിലായില്ല. എന്തൊക്കെയാ കുഞ്ഞു കാണിച്ചത്? ആ ആ പാട്ടാ? അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോൾ ആ. പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. കുഴലില് അമ്മാവി അമ്മയ്ക്കും കോപം വന്നല്ലോ കോപം. എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. ആ സമരം. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു 2 ഡയലോഗ് പറഞ്ഞു. എന്തായിരുന്നു അത്? വളരെ കൃത്യമായിട്ട് ഓടുന്ന നമ്മുടെ ബസ്സേ. വളരെ കൃത്യമായിട്ട് ഓടുന്ന നമ്മുടെ ബസ്സേ. ആ ഊത്താണ് സർക്കാരിന്റെ ഇട്ട്. ഓക്കെ, അടുത്തത് നാളല്ലേ 5 മാസമല്ലല്ലോ. നാളല്ലേ 5-6 മാസമല്ലല്ലോ. അതാണ്. ആ 4-5 മാസമാണ്. ആ അല്ല 4-5 5-6 വന്ന ശരി. അതായിരുന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴില്ല മ്യൂസിക്കിന്റെ ആളുണ്ട്. എവിടെ? ഇന്ന മ്യൂസിക് ആരാന്നറിയോ? ആരാ? അത് വേറെ ആളാണ്. പക്ഷെ അതിന്റെ പേര് സെയിമാ. സെയിമാ? ആ എന്താ പേര്? ശ്യാം സാർ. ശ്യാം സർ. വേറെ ആളാണ് പക്ഷെ പേര് സെയിമാണ്. പേര് മാത്രമല്ല മക്കളെ സെയിം. ആ ശ്യാം സാർ നല്ലവനാ, ഇതുപോലല്ല. ഈ ശ്യാം സാർ പോലുമില്ല. മോനെ അത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. മോൻ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നോണ്ട് തോന്നുന്നു ഇത് തന്നെ അതും. അതെ, ഈ ശ്യാം സാർ തന്നെയാ അത് ചെയ്തേ. ആ അല്ലല്ല
കുഞ്ഞിനറിയാം ഇച്ചിരി ഇച്ചിരി വിവരമുണ്ട്. എന്തൊക്കെയാലും നന്നായിട്ടുണ്ട് കേട്ടോ. ആ വിഹാൻ കുട്ടാ, ഡ്രസ് അടിപൊളിയായിരുന്നു, ഷൂസ് അടിപൊളിയായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു, Watch. പാട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഇടയിൽ ആ സൗണ്ട് ഒക്കെ മാറ്റി പറഞ്ഞില്ലേ, ഓഹോ പാടിയില്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓയ് മിമിക്രി ഒക്കെ അറിയാലേ. പാട്ടില് പാടിയത് പഠിച്ചു തന്നതാ, അല്ലാതെ നിങ്ങൾക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ മിമിക്രി ചെയ്ത മാതിരി ഉണ്ടായിരുന്നു, സൗണ്ട് ഒക്കെ മാറി. ചെയ്ത പോലെയാണ്, എന്നാൽ അത് പാട്ടെന്ന് കേട്ട് അല്ല ഒരു കാര്യം ചെയ്യ്, ഒരു മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പറഞ്ഞ്, അല്ലെ മോഹൻലാൽ എങ്ങനെയാ നടക്കുന്നൊന്ന് കാണിച്ച് നോക്കട്ടെ. ഞാൻ സിനിമയൊന്നും കാണൂലല്ലോ. ആകെ അയ്യോ ഡോറാബുജിയല്ലേ കാണുന്നുള്ളൂ. ഡോറ ബുജി നടക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ കാണിച്ചു തരും. ഡോറ ബുജി എങ്ങനെയാ ഡോറയിൽ സംസാരിക്കുന്നത്? ഒരു ഡയലോഗ് പറ. ഡോറയിൽ ഡയലോഗ് ഒന്നും ഇല്ലേ? ഉണ്ടല്ലോ, ഫുൾ ഡയലോഗ്സ്. തോൾപ്പാലം കടന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അതുപോലെ പറ. ഏയ്, come on. അപ്പൊ ഇവളാണ് ഡോറ ബുജി. ആ മകളെ അത് പറ. ആ കുറുനരിയുടെ തോൽപ്പാലം കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. കുറുനരി മോഷ്ടിക്കരുത് അതൊക്കെ. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. ആ ഇനി map. ഞാനാണ് map, ഞാനാണ് map. അപ്പോൾ അവൻ പറയൂ, എന്ത് ഞാൻ മോഷ്ടിച്ചെന്നോ? കേട്ടോ കേട്ടോ മിമിക്രി വരുന്നത്. ഇനി ആ മാപ്പിന്റെ കൂടെ പറഞ്ഞു കൊടുക്ക്. ആപ്പിന്റെ ഞാനാണ് map, ഞാനാണ് map. ബാക്കി ഡോറയ്ക്കും പുജിക്കും അല്ല സ്നേഹിതർക്ക് കൈനീട്ടി വഴി പറയും അത് പാടടാ. ആ അസാധ്യം മോളെ. മോനെ മോൻ പാടണ്ട, ഇത് മതി. ആ അസാധ്യം. അപ്പൊ മീനൂട്ടിയുടെ ജോലി ഇതാണോ? ഈ പരീക്ഷയ്ക്ക് പഠിക്കാനെന്നൊക്കെ പറഞ്ഞപ്പം ഇതൊന്നും അല്ല. ഡോറയ്ക്കും കൈ വഴി നിനക്ക് നിന്റെ അപ്പൂപ്പനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ. മീനൂട്ടി വീട്ടിലിരുന്നപ്പോ ഡോറ ബുജി കാണായിരുന്നു അല്ലേ? ഇഷ്ടായിരുന്നു പക്ഷേ. ഓക്കെ കഴിഞ്ഞടാ തീർന്നു. എന്തായാലും കൊള്ളാം മക്കളെ, എല്ലാം കൊണ്ടും ശുഭം. ശുഭയോ Okay. ശുഭ അതാരാ? അത് പഴയ നടിയാ മക്കളെ. സ്വാമി ശരണയ്യപ്പോ. എന്ത് നടി? എന്ത് നടിയെന്ന് ചോദിച്ചാൽ മക്കള് സിനിമ കാണാതെ എങ്ങനെ ഞങ്ങൾ നടിയെ പറ്റി പറഞ്ഞു തരും. ഏതാണോ നടി? മോന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു നടിയാ. സോ ആട്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുക്കുറ്റി. Thank you. സർഗ സൗന്ദര്യത്തിന്റെ ആലാപന മധുര വേദിയിലേക്ക് അബിൻ എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം അബിൻ കുട്ടൻ ഓൺ സ്റ്റേജ്. അയ്യുധാരാ, ഇതാരും ഗ്യാസ് വിൽപ്പനക്കാരനും. ഇത് മറ്റേ ഇത് ഭൂതം വരൂലേ, അലാവുദ്ദീൻ. ഓ യു ആർ മിസ്റ്റർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ ആവുമ്പോ എന്തോ ഒരു മാജിക് ഒക്കെ ചെയ്യാനാണ് വന്നത്. അലാവുദ്ദീൻ ആണോ ഉദ്ദേശിച്ചേ? പാട്ടില് മാജിക് കാണിക്കുവോ? ശ്രമിക്കാം. പാർക്കിലോ? പാട്ടില് ആ പാട്ടില് ഈ ഉടുപ്പിന്റെ പിന്നിൽ എന്താണ്? ഞാൻ പാടണ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമത്തെ പാട്ടാ. എം.ടി. സാർ പാടിയ ദിം ദിം ദിമി ദിമി. അപ്പൊ ഇത്ത ലാലേട്ടൻ അതിലെ ലാലേട്ടനാണിത് എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അല്ല അങ്ങനെ സങ്കല്പിച്ച് വന്നിരിക്കുക. അതെ. അതെ. മാന്ത്രികത്തിലെ ലാലേട്ടന്റെ മാജിക്ക് പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, അറിയാമോ? ഷൊർണൂർ രവി. അത് ഒരു നല്ല മജിഷ്യനാണ്. അപ്പോൾ ലാലേട്ടന് മാന്ത്രികയൊക്കെ പറഞ്ഞു കൊടുത്ത അദ്ദേഹമാണ്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു, ഇപ്പം പാലക്കാട് സെറ്റിൽ ചെയ്തു. പാവം നല്ല മനുഷ്യനാണ്. അപ്പോൾ പെട്ടെന്ന് മാന്ത്രിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർത്തു. തകർക്കല്ലേ പാട്ട്? ആ എന്തായാലും മോനെ നല്ല ശക്തി, അതാണ് വേണ്ടത് ഇതിന്. ഈ ശങ്കരാടി ചേട്ടനൊക്കെ പറയുന്നതല്ലേ, ഒരൊറ്റ പിടുത്തം പടച്ചോനെ കാത്തോളി. പിടിച്ചു പോരും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. കനകി കനകനുറികളലകളുതിരുകയാ ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം കൂടാരം കെട്ടിത്തന്നു
ആടിപ്പാടാനാലോലം നീയും വന്നു തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ കത്തിയഴകൊടു കളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ കളിയാടാൻ കഥ പാടാൻ ഒരു വഴി ഇരുവഴി പല വഴിയോരങ്ങൾ നിറമായും നിഴലായും മിഴികളിൽ വിരിയണ മലർമഴവില്ലായി വാ കൊട്ടു വേണമോ ഇനിയൊരു പാട്ടു വേണമോ ആ കൊട്ടു വേണമോ ഇനിയൊരു പാട്ടു വേണമോ പൊരുളുകൾ തേടി പൊന്മണി തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ കത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ കുടമൂതി ഓയോയോയ് കുഴലൂതി ഒരു മൊഴി ഇരുമൊഴി കുരവയുടെതിരേൽക്കാം കളിവീടാ ഉലകാകെ കതിരവനുലകിനു മുഴുവനും ഒരു ദീപം മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ തണലുകൾ തേടി കണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ കത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം കൂടാരം കെട്ടിത്തന്നു ആടിപ്പാടാനാലോലം നീയും വന്നു തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ സബാഷ്, താങ്ക് യു സാർ. അടിപൊളി. താങ്ക് ഞാൻ ഇച്ചിരി ശ്വാസം മുട്ടിയായിരുന്നു. കാരണം വെച്ചാൽ ഈ തളകൾ മധുര മറ്റേ അത് പാടി വരുന്നില്ലേ, അത് എവിടെങ്കിലുമൊക്കെ പോകുമോ? അതായത് അക്ഷരങ്ങൾ, പാട്ട് മിസ്റ്റേക്ക് വന്നാലും നമുക്ക്, ട്യൂൺ വന്നാലും നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ അക്ഷരം വളരെ കണക്ട് ചെയ്താണ് ONV സാർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് പോയാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട, പിന്നെ കള 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 എന്നങ്ങ് പാടിയാൽ മതി. എല്ലാം കയ്യിൽ കളകള എല്ലാം കളഞ്ഞു എന്നുള്ള രീതിയിലങ്ങ് പോകും. പക്ഷെ മക്കൾ അസലായിട്ട് പാടിയിട്ട് ഒരു വെള്ളി ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും
അതിമനോഹരമായിട്ടും ആ എക്സ്പ്രഷൻ എന്തുവായിരുന്നു അതൊന്ന് കേട്ടാ കൊള്ളാം. ആ ചരണത്തിലൊരു ഏമ്പക്കം പോലെ. മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ. ആ? അയ്യോ ആ? ശരി, എന്തായാലും ഇട്ടുപോയതല്ലേ, നമുക്ക് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാം കഴിഞ്ഞു. നന്നായിരുന്നു, ടോട്ടലി നന്നായിരുന്നു. മറ്റേ മാജിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പലരും ആഗ്രഹിച്ചു. ശ്യാമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം നീ പുള്ളിയുടെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഈ മാജിക് പെട്ടിയും കൊണ്ട് ഈ പെട്ടിയും കൊണ്ടൊന്ന് പോകണം. പെട്ടിയും കൊണ്ട് പോകുമ്പോ പുള്ളി ഏതെങ്കിലും ഒരാളെ പിടിച്ചിരുത്തും. അപ്പൊ നീ മാജിക് കഴിയുമ്പോ ഒരു പെണ്ണ് വരുമല്ലോ, അതിനെ കൊണ്ട് ശ്യാം അങ്ങ് പോകും. എന്തായാലും ഇഷ്ടപ്പെട്ടു അവനെ, നന്നായിരുന്നു. ഒന്നും പറയാനില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ യു ഡിഡ് ഇറ്റ് സൂപ്പർ. താങ്ക് യു. ഡേയ് എന്തോ ചക്കരെ തകർത്തടാ. താങ്ക് യു സാർ. സൂപ്പർ. ആ ഒരു തരള മധു, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു മധുരമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഞാൻ ചുമ്മാതെ ഏമ്പൊക്കെ എന്ന് പറഞ്ഞതാ, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടാ. താങ്ക് യു സാർ. ആ വെള്ളിയും വ്യാഴവും നമുക്കൊരു ഇഷ്യൂ അല്ലടാ. ഞങ്ങൾ എവിടെങ്കിലുമൊക്കെ കുഞ്ഞിന് തെറ്റും, എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അക്ഷരം വിഴുങ്ങും, തുപ്പലിറക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയി. അസാധ്യമാണ്. ലവ് യുടാ. താങ്ക് യു സാർ. അബിൻ കുട്ടാ, എന്തോ എല്ലാ പ്രാവശ്യവും ഞങ്ങളങ്ങനെ ഞെട്ടിച്ച് ഒരു വഴിക്കാക്കാണ് അല്ലേ. കഴിഞ്ഞ പെർഫോമൻസും ഞെട്ടിച്ചു, ഇപ്പം ഒരു ഫാസ്റ്റ് നമ്പർ അടിപൊളി പാട്ടെടുത്ത് വന്ന് വീണ്ടും ഞെട്ടിച്ചു. ഇനി വരുമ്പോഴേ നമുക്ക് അങ്ങ് ഞെട്ടിയാക്കാൻ പറ്റും. ആദ്യം ഞെട്ടാം. അയ്യോ. പിന്നെ വേറൊരു കാര്യം മീനുട്ടി, നമുക്ക് ഇത് കമന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പൊ മൊത്തത്തിൽ ഞെട്ടലായിരുന്നു. ഈ പാട്ട് തുടങ്ങിയത് മുതൽ അവസാനം വരെ ഞെട്ടി തകർന്നിരിക്കുകയാണ് നമ്മള്. സാറ് പറഞ്ഞ മാതിരി ലിറിക്സ് അത്ര എളുപ്പമല്ല പാടാൻ, നല്ല സുഖമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ കേൾക്കാൻ, കൈയൊക്കെ അടിക്കാന്ന് ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് പാടുന്ന ആളുടെ ബുദ്ധിമുട്ട് മ്യൂസീഷ്യൻസ് ശരിക്കും മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഡാൻസേഴ്സിൻ്റെ കുറേ ആക്ടിവിറ്റീസും അതിൻ്റെ കൂടെ മാജിക്ക് എന്തൊക്കെയാണ് അല്ലേ. പാട്ട് പാടിയാൽ മാത്രം പോരാ, എല്ലാം ഒരു ഓൾറൗണ്ടറാണെന്ന് ഈ ഒരു പെർഫോമൻസിലൂടെ തെളിയിച്ചു. ഓവറോൾ ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നുടാ. താങ്ക് യു. പിന്നെ നമ്മൾ പറയാൻ വന്ന കാര്യം മീനുട്ടി, ശരി ഇനി അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാൻ അബിൻകുട്ടാ, എന്തോ സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ്. എന്താരും കൈയടിക്കാത്ത? പറ്റത്തില്ല. അവനൊന്ന് ഞെട്ടി, നീ ഞങ്ങളെ ഞെട്ടിച്ചില്ലേ. അപ്പൊ തിരിച്ചൊരു ചെറിയ ഞെട്ടൽ അങ്ങോട്ട്. ഷോക്ക് ട്രീറ്റ്മെന്റ് 100 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. അപ്പൊ മീനുട്ടി പറയാം, എനിക്കിട്ടുള്ള പണിയാണ് ഒരു മണം. ഇത് ഞാൻ പാടണമെന്നുള്ള ഇതായിരിക്കും. MG ഞങ്ങള് പറഞ്ഞു 5000 രൂപ കൊടുക്കാതെ. കഴിഞ്ഞ പെർഫോമൻസിൽ ഞാൻ കൊടുത്തില്ലേ പൈസ. അപ്പൊ അടുത്ത 100 ഔട്ട് ഓഫ് 100 കിട്ടുന്ന പെർഫോമൻസിൽ 5000 രൂപ കൊടുക്കുന്ന സാറ് സമ്മതിച്ചതാണ്. അടുത്ത 100 മേടിക്കുന്ന ആൾക്ക് MG സാറ് 5000 രൂപ കൊടുക്കാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണത്. കിട്ടിയത് തന്നെ. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അല്ല മൃദുല എന്തോ ഒരു കോമഡി പറഞ്ഞല്ലോ ഇപ്പൊ. എന്താ ഇതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്, കോമഡി ഒന്നുമല്ല, വളരെ സീരിയസ്. അല്ല അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ ശ്രീഹരിയെ വിളിക്കണോ? വേണോ? വേണ്ട, മെച്ചോർഡായിട്ടിരിക്കുക. ശരിയാ, അന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മൾ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ എടുത്തു കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, മൃദുല എന്നെ റിപ്പീറ്റ് ചെയ്യട്ടെ. അല്ലല്ല ഞാൻ ഇത്രയും നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഒരു 1000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നഷ്ടം? അല്ലല്ല, അവിടെ ഞങ്ങളാണ് കൊടുക്കുന്നത്. അതെ, ഞാൻ എല്ലാരും അത് സപ്പോർട്ട് ചെയ്യുന്നു. മീനൂട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ലേ? രണ്ടുപേരും കൂടെ അങ്ങ് ഒരു പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നാശമായി മക്കളെ, ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പ ചെയ്തിരിക്കും, തല പോയാലും ചെയ്യും. പക്ഷെ ഞാൻ 5000 ഇത് പൈസയുടെ കാര്യമായിപ്പോയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, പൈസയുടെ കാര്യമായിപ്പോയത്. സാറ് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തില്ലേ, അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ. അല്ല പക്ഷെ സമ്മതിച്ചിരുന്നു നേരത്തെ. അതിപ്പൊ ഞാൻ തയ്യാറല്ല, അതുകൊണ്ടാണ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കാമായിരുന്നു.
പക്ഷെ ഇത് എന്റെ പാട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല. അയ്യോ പിന്നെ കഴിഞ്ഞ തവണ അവൻ പാടിയ ബാബുക്കയുടെ ഒരു നല്ല പാട്ടാ. ആ. അപ്പൊ വേറെ ദാസന്റെ ഒരു നല്ല പാട്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 1,001 രൂപ തന്നേനെ. സാർ വലിയ ഈ അടുത്ത കഷ്ടമാണ് പാട്ട് കേട്ടോ അത്. കൊടുക്കാം. സാറിന്റെ പാട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അസലായിട്ട് പാടി കൂടെ മാജിക്കും ചെയ്തു. അത് എനിക്ക് വേണ്ടിയാണോ? ആ പിന്നെ അല്ല കേട്ടോ അബിൻ പറഞ്ഞേ എന്നാ ശരത് സാർ സിന്ധു ചേച്ചി ഇതിൽ ഇടപെടണം. സിന്ധു ചേച്ചി എടാ നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ശരത്ത് തരും. ഞാൻ തരും, എനിക്ക് ഉറപ്പാ. ഞാൻ അല്ല ഇതിപ്പോ എം ജി സാറാണ് തരേണ്ടത്. എം ജി സാറിന്റെ പാട്ടാണ്. അതൊന്നും അവിടെ ഇട്ട് പിടിച്ചാൽ കാരണം കഴിഞ്ഞ എപ്പിസോഡിലുള്ള വൈരാഗ്യം ഇങ്ങനെ തീർക്കാൻ വേണ്ടി എന്നിട്ട് എന്റെ അടുത്ത് പറയല്ലേ സാറ് തരുന്നു ആട്ടിയൊരാബിൻ പൂക്കുറ്റി. അയ്യേ ചേച്ചി സെറ്റായി പോട്ടണ സാരില്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ടാറ്റാ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം.
ഇന്നത്തെ നമ്മുടെ പാട്ടുകളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ദിവസം അതിമനോഹരമായ ഒരു പിടി ഗാനങ്ങളുമായി നമ്മൾ കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.